അപ്പൊ ഹാപ്പി ആയല്ലോ, അൻസിബ ഹാപ്പി ആയി. പക്ഷെ ഇനി നിരഞ്ജനാണ് ഇവിടെ ഇങ്ങനെ വേദനിച്ച് നിൽക്കുന്നത്. എന്റെ ടാസ്ക് എന്തായിരിക്കും, എന്റെ പണിഷ്മെന്റ് എന്തായിരിക്കും എന്ന്. ഞാനേ, അതായത് നമ്മളെല്ലാവരും നമ്മൾ ഇതുവരെ കാണാത്തൊരു ശത്രുവാണ് നമ്മുടെ ഇടയിലുള്ള കൊറോണ. നമുക്ക് എല്ലാവർക്കും ദേഷ്യം വരും അല്ലേ? എപ്പോഴെങ്കിലും ഒന്ന് അവനെ കൈ കിട്ടിയിരുന്നെങ്കിൽ 4 വർത്തമാനം പറയണം എന്ന് വിചാരിക്കാത്ത ഒരു ലോകത്ത് ഒരാൾ പോലും ഉണ്ടാവില്ല. അപ്പൊ നിരഞ്ജന ആ ഒരു ചാൻസ് ഞാൻ തരാണ്. കൊറോണയെ കണ്ടുമുട്ടുന്നു, നമ്മളൊരു യാത്ര പോകുമ്പോ കണ്ടുമുട്ടിന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യും, എങ്ങനെ സംസാരിക്കും, എങ്ങനെ റിയാക്ട് ചെയ്യും? അടി പിടി തൊഴി ബഹളം എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇവിടെ നിൽക്കുന്നത് അൻസിബി അല്ല, കൊറോണയാണ്. ഞാൻ കൊറോണയാണ്. അപ്പൊ കൊറോണയും മനുഷ്യനും ഇവിടെ ഏറ്റുമുട്ടാൻ പോവാണ്. നമുക്ക് എന്തായിരിക്കും സംഭവം നടക്കാൻ പോണെന്ന് കാത്തിരുന്ന് കാണാം. റെഡി? കൊറോണ. പുതിയ വകഭേദം മഞ്ഞ. മഞ്ഞ. ഒന്ന് പൊയ്ക്കൂടെ? ചൈനന്റെ മോളെ എത്ര നാളായി, 1.5 വർഷമായി ജോലിയില്ല. പിന്നെ മാസ്ക് വെച്ച് എവിടെയും മാസ്ക് വെച്ച് മടുത്ത്. ആ പട കടക്കാർക്കും പല്ല് കഴിക്കാത്തവർക്കും മാത്രമാണ് ആ മാസ്ക് ഉപയോഗമുള്ളത്. നമ്മളൊക്കെ എന്ത് ചെയ്യും? പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? നിങ്ങൾ എല്ലാവരും മാസ്ക് വെച്ച് നടക്കണം, അതാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കണം, ജോലിക്ക് ഇറങ്ങുകയും ചെയ്യരുത്. എന്നിട്ട് റോട്ടിൽ കൂടെ അച്ഛൻ നടന്ന് തെണ്ടണം. അപ്പൊ ഫുഡ്, ഭക്ഷണം, എന്തൊക്കെ ഇതിനൊക്കെയുള്ള ശമ്പളം എവിടെ നിന്ന് കിട്ടും? ഇതെല്ലാം ഞങ്ങൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം നിങ്ങൾ. ഓക്കെ, അത് പൈസ വേണ്ടേ? കടം വാങ്ങിച്ചോളൂ, എന്നിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ കടം വാങ്ങിയാൽ കടം തരാൻ ആൾക്കാരില്ലല്ലോ. ഇപ്പം ആർക്കും ജോലിയില്ലല്ലോ, എല്ലാരും വീട്ടിൽ ഇരിക്കല്ലേ. അല്ല, ഞങ്ങൾ ചൈനയിൽ വന്ന് ചോദിച്ചാൽ മതി, ഞങ്ങൾ ഫ്രീ ആയിട്ട്. അപ്പൊ തിരിച്ചു പോകാനുള്ള എന്തെങ്കിലും ഇപ്പൊ ഒരു പ്ലാൻ ഒന്നും ഇല്ല. ഇപ്പൊ കുറെ പേര് ഇങ്ങനെ സാനിറ്റൈസ് ചെയ്യാതെ മാസ്ക് വെക്കാതെ പോലീസിനെ കാണുമ്പോൾ മാത്രം മാസ്ക് വെച്ചും അങ്ങനെയൊക്കെ കുറച്ച് പേര് നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്നും കൂടെ ഇവിടെ നിലയുറപ്പിച്ചാലോ ആലോചിക്കാം. ബന്ധുക്കളുണ്ടോ ഈ പല വകഭേദങ്ങൾ പല കളറിൽ വരുന്നത്? അതൊന്നും നിർത്തിക്കൂടെ? ഗാമ എന്നൊക്കെ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ പഠിച്ചപ്പോ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കല്ലേ? നിങ്ങൾ പല രീതിയിൽ ഇറങ്ങുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, പല ബന്ധുക്കളൊക്കെ ആയിട്ട് വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ അതുകൊണ്ട് വാക്സിനൊക്കെ എടുത്ത് വീട്ടിൽ ഇരുന്നോളാം. ഒന്ന് തിരിച്ചു പോകാൻ പറ്റുമോ, തിരിച്ച് ചൈനയിലോട്ട്? അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് പണിഷ്മെന്റ് ആണെങ്കിലും നമ്മൾ ചെറിയൊരു മെസ്സേജ് കൂടി കൊടുക്കാം എന്ന് വിചാരിച്ചു പ്രേക്ഷകർ. അതായത് ഇപ്പൊ കൊറോണ പറയുന്ന കേട്ടില്ലേ, വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വരും, അപ്പൊ എല്ലാവരും വാക്സിൻ എടുക്കണം, അതുപോലെ മാസ്ക് വെക്കാതിരുന്നാൽ ഞങ്ങൾ എങ്ങനെ വരും എന്നൊക്കെ ചോദിച്ചു. അപ്പം നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് മാസ്കും സാനിറ്റൈസ് ഒക്കെ ചെയ്ത് വാക്സിൻ ഒക്കെ എടുത്ത് സേഫ് ആയിട്ട് ഇരിക്കുക. ഈ സാധനത്തിനെ നമ്മൾ ഓടിച്ചിരിക്കും. അപ്പൊ ഈ ഒരു പണിഷ്മെന്റ് ടാസ്ക് ഇഷ്ടമായോ? വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു, വെറുതെ ടെൻഷൻ അടിച്ചു അല്ലേ? എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തു. ഇനി അടുത്ത പണിഷ്മെന്റ് നല്ല കട്ടിയുള്ള പണിഷ്മെന്റ്. സ്ഥിരം ഞാനാണ് തോക്കാൻ പോകുന്നത് തീരുമാനിച്ചത്.